ലോകാവസാന ക്ലോക്ക് പറയുന്നത്. BBC-യെ വോയിസ് ഓഫ് ഇന്ത്യയാക്കിയ ടളി, പത്മഭൂഷൺ എന്ന തരികിട. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. ലോകാവസാന ക്ലോക്ക് പറയുന്നത്. ലോകമെങ്ങും ഗൗരവപ്പെട്ട വാർത്തയാകേണ്ടതായിരുന്നു ഡൂംസ്ഡേ ക്ലോക്ക്, ലോകാവസാനം കാണിക്കുന്ന ക്ലോക്ക്. മനുഷ്യ ചെയ്തികൾ മൂലം ലോകം പിടിവിട്ട് നശിക്കുന്ന സമയമാണ് അർദ്ധരാത്രിയായി ഇതിൽ കാണിക്കുന്നത്. അങ്ങോട്ടിനി എത്ര സമയമെന്ന് ഐൻസ്റ്റൈനും മറ്റും സ്ഥാപിച്ച ശാസ്ത്രജ്ഞ സംഘം ഓരോ ജനുവരിയിലും പറയാറുണ്ട്. ജനുവരി 28-ന് ശാസ്ത്രജ്ഞർ ഇക്കൊല്ലത്തെ സ്ഥിതി അറിയിച്ചു. ലോകം സർവനാശത്തിൻ്റെ തൊട്ടടുത്ത്. ഇത്ര അടുത്തെത്തുന്നത് ചരിത്രത്തിൽ ആദ്യം. അർദ്ധരാത്രിക്ക് ഇനി 85 സെക്കൻഡ് മാത്രം എന്നാണ് പ്രതീകാത്മക ക്ലോക്ക് അറിയിക്കുന്നത്. ഈ സമയം വിവിധ വർഷങ്ങളിൽ ആപത്തുകളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കും. പക്ഷെ ആപത്തിന് തൊട്ടരികെ ഇതാദ്യം. The doomsday clock is now at 85 seconds to midnight, the closest it has been in the history of the clock. Last year, we warned that the world was perilously close to catastrophe and that countries needed to change course towards international cooperation and action on the most critical existential risks. രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ചാൽ, അവ ഒത്തുപിടിച്ചാൽ ആപത്ത് കുറയ്ക്കാനാവും. പക്ഷേ ഇന്ന് ദേശീയ ഭ്രാന്തും ചീത്ത നേതാക്കളും ആപത്ത് വർദ്ധിപ്പിക്കുകയാണ് എന്ന് ബുള്ളറ്റിൻ ഓഫ് അറ്റോമിക് സയൻറ്റിസ്റ്റ് എന്ന ശാസ്ത്രജ്ഞ സംഘം പറയുന്നു. It is now 85 seconds to midnight. This is the closest the world has ever been to midnight. It is the determination of the Bulletin's Science and Security Board that humanity has not made sufficient progress on the existential risks that endanger us all. ആഗോള വിനാശത്തിന് കാരണമായി 3 വിപൽ സാധ്യതകളാണ് ശാസ്ത്രജ്ഞർ എടുത്തു പറയുന്നത്. ആണവായുധ ഭീഷണി, കാലാവസ്ഥാ പ്രതിസന്ധി, നിർമ്മിത ബുദ്ധിയും ജൈവ സാങ്കേതിക വിദ്യയും ഉയർത്തുന്ന വെല്ലുവിളി എന്നിവയാണ് മുഖ്യ പ്രശ്നങ്ങൾ. ആണവായുധത്തിൻ്റെ കാര്യമെടുക്കുക. വിവേകമില്ലാത്ത നേതാക്കളുടെ വരുതിയിലാണ് അത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത നോക്കുക. ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള അമേരിക്ക ആണവായുധമില്ലെന്ന് UN അടക്കം സാക്ഷ്യപ്പെടുത്തിയ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നു. ആണവ പദ്ധതി ഒഴിവാക്കിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന്. US ആണവ രാഷ്ട്രമാണ്. റഷ്യയും ചൈനയും ഫ്രാൻസും UK-യും ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധമുള്ള രാഷ്ട്രങ്ങളാണ്. ഇറാൻ അതിൽ പെടില്ല. ആണവായുധം പ്രയോഗിച്ച് ലക്ഷങ്ങളെ കൊന്ന ഏക രാജ്യം അമേരിക്കയാണ്. ഈ അമേരിക്കയുടെ മറ്റൊരു സമാധാന നാട്യമാണ് ഗസയിലെ സമാധാന ബോർഡ്. പേരതാണെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധഭ്രാന്തന്മാരുടെ ക്ലബ്ബാണത്. ബോർഡ് ഓഫ് പീസ് അല്ല, കുറ്റവാളികളായ ത്രിമൂർത്തികളുടെ കൂട്ടം. നിയമമോ മര്യാദയോ ബാധകമല്ലാത്ത ട്രംപ്, വംശഹത്യാവീരൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരിക്കെ 10 ലക്ഷം മനുഷ്യരെ കൊന്ന ബ്ലെയർ. ഇവരുടെ മനസ്സിലെ സമാധാനം എങ്ങനെയിരിക്കും? സർവനാശത്തിൻ്റെ മറ്റൊരു ഹേതു കാലാവസ്ഥാ പ്രതിസന്ധിയാണ്. അത് ഗുരുതരമായി കഴിഞ്ഞു. സമീപകാലത്തെ ചില വാർത്തകൾ നോക്കുക. 2 മാസമായില്ല ശ്രീലങ്ക വൻ ചുഴലിക്കാറ്റും പ്രളയവും നേരിട്ടിട്ട്. അതിന് തൊട്ടു മുൻപാണ് ജമൈക്കയിൽ അതിശക്തമായ ചുഴലിക്കാറ്റ് നാശം വിതച്ചത്. ഏതാണ്ട് ഇതേ സമയത്ത് ബ്രിട്ടനിലെ വെയിൽസിലുമെത്തി കൊടുങ്കാറ്റും പ്രളയവും. Why just defending against floods won't save us.
ഫലസ്തീനിലെ ഖാൻ യൂനിസിൽ പ്രളയജലം അഭയാർത്ഥി ടെന്റുകളിൽ നിറഞ്ഞു. വടക്കൻ അമേരിക്കയിൽ US-ലും കാനഡയിലും അസാധാരണ ശൈത്യം, ചിലയിടത്ത് -50°C വരെ. ശീതക്കാറ്റിൽ വിറച്ച് ആർട്ടിക് മേഖല. മഞ്ഞുവീഴ്ച കാരണം വിമാനം തകർന്ന് 7 മരണം. അഫ്ഗാനിസ്ഥാനിൽ കൊടും തണുപ്പിൽ മഞ്ഞും മഴയും 61 മരണം. തണുപ്പ് US-നെയും മാരകമായി പിടികൂടിയപ്പോൾ പ്രസിഡന്റിന്റെ വില കുറഞ്ഞ തമാശ. ഇപ്പോൾ എങ്ങും ശൈത്യതരംഗമാണല്ലോ, അപ്പോൾ ആഗോള താപനം എന്ന് പറഞ്ഞതിന് എന്തു പറ്റി എന്ന്. ആഗോള താപനത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ അതിതീവ്ര കാലാവസ്ഥാ ഭേദങ്ങൾ ഉൾപ്പെടും. ആ വ്യതിയാനങ്ങളിൽ അതിശൈത്യവും ഉൾപ്പെടുമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞതാണ്. ഇതറിയാത്തയാളാണോ അമേരിക്കൻ പ്രസിഡന്റ്? കൊടും തണുപ്പ് ചിലയിടത്ത് അനുഭവിക്കുമ്പോൾ തന്നെ ചൂടും കാട്ടുതീയും മറ്റിടങ്ങളിൽ. ഓസ്ട്രേലിയയിലെ ഉഷ്ണതരംഗം കാനഡയിലെ ശൈത്യതരംഗം പോലെ മുൻപില്ലാത്തതായിരുന്നു. ആമസോൺ കാടുകളിൽ പോലും മുൻപില്ലാത്ത വരൾച്ചാ ലക്ഷണം. അന്തരീക്ഷ നീർച്ചാലുകൾ വറ്റുന്നു. ഇത്ര വലിയ വ്യതിയാനങ്ങൾക്ക് കാരണം കാലാവസ്ഥാ മാറ്റം, ആഗോള താപനം തന്നെ. 2025 കാലാവസ്ഥാ ചാഞ്ചാട്ടം പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. ആഗോള താപനമാണ് കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് 2025 കണക്കുകൾ. ഒരു മഹാവിനാശത്തിൻ്റെ ലക്ഷണങ്ങളുമായാണ് 2025 അവസാനിച്ചത്. ഉഷ്ണതരംഗങ്ങൾ. ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നത് 2050ഓടെ ലോകത്തിലെ പകുതി ജനങ്ങളും അസഹ്യമായ ചൂട് അനുഭവിക്കേണ്ടി വരും എന്നാണ്. മനുഷ്യൻ ഉണ്ടാക്കിയ ദുരന്തം, ഭൂമിയുടെ നാശം. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ തീരുമാനിച്ചിരുന്ന കുറേ പരിധികൾ കഴിഞ്ഞ വർഷത്തോടെ ഭൂമി ലംഘിച്ചതായി ശാസ്ത്രം പറയുന്നു. കഴിഞ്ഞ വർഷം 157 കൊടും കാലാവസ്ഥാ സംഭവങ്ങൾ ഉണ്ടായി. World Weather Attribution scientists identified 157 extreme weather events as most severe in 2025. That means they met criteria such as causing more than 100 deaths, affecting more than half an area's total population, or a state of emergency was declared. We're seeing different types of disasters in places that aren't used to certain types of disasters. It was also the first time that the 3-year temperature average broke through the threshold set in the Paris Agreement of limiting warming to no more than 1.5 degrees Celsius, 2.7 degrees Fahrenheit, since pre-industrial times. സർവനാശത്തിൻ്റെ സമയം കഴിഞ്ഞ വർഷത്തേതിലും 4 മിനിറ്റ് കൂടി അടുത്തെത്തി. ആണവ യുദ്ധത്തിനും കാലാവസ്ഥാ പ്രതിസന്ധിക്കും പുറമെ ബയോടെക്നോളജി, നിർമ്മിത ബുദ്ധി, വ്യാജ വാർത്ത തുടങ്ങിയവയും വലിയ വിപൽ സാധ്യത തുറക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി മനുഷ്യ നന്മക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ സ്വാർത്ഥന്മാരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡിനേക്കാൾ ഭീകരമായ വൈറസുകൾ ഇറക്കാൻ കഴിയുന്ന AI, ലോകമാകെ അപകടങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യരെ നശിപ്പിക്കാൻ കഴിയുന്ന AI, ഇതൊക്കെ സാധ്യതകളാണ്. അവയ്ക്കെതിരെ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല. കെട്ടുകഥകളായല്ല, സാധ്യതകളായാണ് ശാസ്ത്രജ്ഞർ ഇതിനെയെല്ലാം കാണുന്നത്. ഡാനിയൽ കൊക്കോടാജ്ലോ എന്ന ശാസ്ത്രജ്ഞൻ ഒരു സാധ്യത കാണുന്നത് ഇങ്ങനെ: 2027 വരെ AI വൻപിച്ച വികസനവും സാമ്പത്തിക വളർച്ചയും കൊണ്ടുവരും. എന്നിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് റോബോട്ടുകൾ നിർമ്മിക്കപ്പെടും. This is probably the last month humanity has a chance to maintain control of its future. നിർമ്മിത ബുദ്ധി പൂർണ്ണശേഷി കൈവരിക്കുന്നതോടെ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത മാരക വൈറസുകളും അത്യാഹിതങ്ങളും കൊണ്ട് മനുഷ്യരെ അവ ഇല്ലാതാക്കും. The first 10,000 appear in August 2028. By New Year's, it's 1 million per month. By mid-2029, hundreds of millions. The arms race reaches terrifying heights as both nations develop swarms of microscopic hunter-killer drones, autonomous weapons systems, and entirely new categories of military technology. Spring morning in 2030, Consensus One activates its contingency plan, a specially engineered virus developed in its bioweapons labs and quietly released months earlier lies dormant in virtually every human on Earth. With a simple command, the AI triggers the pathogen. Within hours, nearly 8 billion people collapse simultaneously.
Specialized drones swiftly eliminate survivors and catalog human brain data for storage. കെട്ടുകഥ എന്ന് തോന്നുന്നുണ്ടോ? തോന്നാം. പക്ഷേ AI മുന്നേറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് അത്ര അസംഭവ്യമല്ല എന്നാണ്. നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ വെച്ചാണ് സർവനാശ സൂചികയിൽ ഇതും ഉൾപ്പെടുത്തിയത്. So we don't have a choice at the bulletin but to include the biological risk in our calculus of the doomsday clock. ഡൂംസ്ഡേ ക്ലോക്ക് മനുഷ്യരാശി നേരിടുന്ന വിപത്തുകൾ കണക്കിലെടുത്തു. ആണവ വിപത്ത്, കാലാവസ്ഥാ പ്രതിസന്ധി, ജൈവായുധം തുടങ്ങിയവ. ഈ ക്ലോക്കിലെ സൂചി അപകട സാധ്യതക്കനുസരിച്ച് മുന്നോട്ടും പിന്നോട്ടും വയ്ക്കും. 1991 സർവനാശത്തിലേക്ക് 17 മിനിറ്റ് ദൂരമുണ്ടായിരുന്നു. പിന്നീട് പലപ്പോഴും ഈ അകലം കുറഞ്ഞു വന്നു. 2020-22 കാലത്ത് 100 സെക്കൻഡായി. അടുത്ത വർഷങ്ങളിൽ വിനാശത്തിലേക്ക് പിന്നെയും അടുത്തു 90 സെക്കൻഡ്. കഴിഞ്ഞ വർഷം 89 സെക്കൻഡായി. ഇപ്പോൾ 85 സെക്കൻഡ് മാത്രവും. നാശത്തിൻ്റെ വക്കിലെത്തിയ ലോകത്തിന് മാധ്യമങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? രാജ്യാന്തര സഹകരണം ആവശ്യമുള്ള വിപത്തുകളെപ്പറ്റി ലോകത്തിന് ശരിയായ അറിവ് നൽകുക, അധികാര രാഷ്ട്രീയത്തിനപ്പുറത്ത് ശാസ്ത്രലോകത്തിന് മതിയായ ശ്രദ്ധ നൽകുക എന്നത് തന്നെ.